ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനുള്ളത് മാക്മിഡിലാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ കുറച്ച് പർച്ചേസിനായിട്ട് വന്നതാണ്. ഞാനിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ പർച്ചേസിനും അതിൻ്റെ സാധനങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാനിവിടെ. ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കണ്ടേ. അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇന്ന് വന്നത്. എനിക്ക് പ്രോഡക്റ്റ് മാത്രമല്ലായിരുന്നു അറിയേണ്ടത്. വീട്ടിലേക്ക് ഞാൻ സ്റ്റാർട്ടപ്പ് ചെയ്തപ്പോൾ അവിടത്തേക്ക് ഫർണിച്ചറും കാര്യങ്ങളും ഉണ്ടെങ്കിലും എനിക്ക് ഇവിടത്തേക്ക് പാർലറിലേക്ക് സ്പെഷ്യലായിട്ട് എന്താ പറയുക, ഒരു തീമിൽ, കളർ തീമിൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഇവർ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്തെടുക്കണേ കേട്ടോ ഇതെല്ലാം, ഈ ഫർണിച്ചർ എല്ലാം. അത് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഇവർ ചെയ്തു തരുവേ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. കട്ടിങ് ചെയർ, ത്രെഡിങ് ചെയർ, അതുപോലെ തന്നെ വാഷ് ബേസിൻ ഒക്കെ നമുക്ക് പല കളറിൽ, പല മോഡലിൽ, പല വെറൈറ്റീസിൽ കിട്ടും കേട്ടോ ഇവിടെ. അവിടെ നമ്മൾ റേറ്റും കാര്യങ്ങൾ ചോദിച്ച് കുറച്ച് സാധനങ്ങൾ, പാർലറിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കേണ്ടായിരുന്നു. അപ്പോൾ അത് മേടിച്ച് താഴോട്ട് വരുവാണ്. താഴെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് മേക്കപ്പിൻ്റെ ഐറ്റംസ് ആണ്. മേളിൽ നമുക്ക് പാർലറും ഫർണിച്ചേഴ്സ് ഒക്കെ വരുന്നത് മേളിലാണ്. മേക്കപ്പിൻ്റെ തന്നെ ആണെങ്കിലും പല ബ്രാൻഡ് ഉണ്ട് കേട്ടോ. അപ്പം എല്ലാ കളർ ഷെയ്ഡും ഒക്കെ നമുക്ക് ഇവിടുന്ന് സ്വാച്ച് ചെയ്ത് എടുത്തോണ്ട് പോകാം. ഇത് നാറ്റ്സിന്റെ ഫൗണ്ടേഷൻ ആണ്. സ്പെഷ്യലായിട്ട് ഞാൻ ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മളോട് ബാർഗെയിൻ ചെയ്യുന്ന കസ്റ്റമേഴ്സിനോടായിരിക്കും. അതുപോലെ ആട്ടോ ഇവിടുത്തെ റേറ്റ് വരുന്നത്. ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുന്നതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോന്നിൻ്റെ ആയിട്ട് റേറ്റ് നമുക്കറിയാം. കാര്യം നമ്മളിപ്പോൾ ഗസ്റ്റ് മേക്കപ്പിലാണെങ്കിലും ചെറിയ ഒരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു വിടുമല്ല, നമ്മൾ അതിൻ്റെ പുറമെ ബേസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. പ്രൈമർ യൂസ് ചെയ്യുന്നുണ്ട്, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മളോട് ബ്രൈഡ്സിനോടാണെങ്കിലും അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഏത് കസ്റ്റമേഴ്സിനോടാണെങ്കിലും പറയാറുണ്ട്, ഇന്ന പോലെയാണ്, ഇത്രയും കൂടിയ സാധനമാണ് നമ്മൾ ഇട്ട് കൊടുക്കണത്, എന്നിട്ടാണ് നമ്മൾ ഇത്രയും റേറ്റ് മേടിക്കണേന്ന്. പല കസ്റ്റമർ ഇതിൻ്റെ റേറ്റ് അറിയാത്തോ നമ്മളോട് വന്ന് ബാർഗെയിൻ ചെയ്യുന്നത്. ഇതൊരു കൺസീലറാണ് ടാർട്ടിൻ്റെ. ഈ ഒരു കൺസീലർ ഒറ്റ പീസിന് വരുന്നത് 3000 to 4000 മിഡിലാണ് റേറ്റ് വരുന്നത്. ജസ്റ്റ് ഒരു കൺസീലർ മാത്രമാണ് ഇത്. എന്റെ പ്രോഡക്ട്സ് ഒക്കെ എന്റെ കൂടെ ഫുൾ ടൈം നിന്ന് എടുത്തു തന്ന ഈ കുട്ടിയാണ്, അർത്തന എന്നാണ് പേര്. അപ്പൊ അവിടുന്ന് നമ്മൾ ഇറങ്ങി നമ്മൾ നേരെ ബ്രോഡ്വേയിലോട്ട് പോവാണ് കേട്ടോ. എനിക്ക് കുറച്ച് മെറ്റീരിയൽസ് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യുന്ന കാര്യം എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ ഒരാളുടെ സജഷൻ മൂലമാണ് ഈ കൃഷ്ണ ലേസിൽ പോയത്. ഇവിടെ എനിക്ക് എടുത്തുന്ന ദിലീപാണ്, ദിലീപ് എന്നാണ് കേട്ടോ പേര്. അപ്പൊ ആള് എനിക്ക് ഫുള്ള് സാധനങ്ങളെല്ലാം എടുത്തു തന്നു കേട്ടോ. നല്ലോണം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് മെറ്റീരിയൽസിന്റെ ബ്രൈഡൽ ബ്ലൗസിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. എല്ലാം എൻ്റെ ഇന്ന് സ്റ്റോക്ക് ഔട്ട് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ മേടിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് കൂടുതലായിട്ട് സീക്വൻസ് ആയിരുന്നു വേണ്ടിയിരുന്നത്. മിക്ക കടകളിൽ പോയാൽ ഇതുപോലെ നമുക്ക് ഇരുന്ന് പർച്ചേസ് ചെയ്ത് വെച്ചാൽ അവർ പറയുന്ന സാധനങ്ങൾ എടുത്ത് തരത്തുള്ളൂ, അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ നോക്കി പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് തോന്നിയത് ഇങ്ങനെ നമുക്ക് നോക്കി പർച്ചേസ്, നമ്മുടെ റേറ്റിന് ബഡ്ജറ്റിന് ഒതുങ്ങുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം നമുക്ക് എടുത്താൽ മതിയല്ലോ. ഒത്തിരി ക്വാണ്ടിറ്റി ഉള്ളത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഡയബിൾ ആട്ടാ. ഇതുമല്ലേ, ഇതും ഇത് ട്രാൻസ്പെറന്റ് ഇത് നല്ല ഭംഗിയുണ്ട്, നല്ല പ്ലേസ് ആണ്. ഈ ലാവണ്ടർ ഒത്തിരി ഇഷ്ടമായി. അവനെങ്ങാനും ഒരു ഹിന്ദിക്കാരനായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയനെ കേട്ടോ. ഹിന്ദിക്കാരനാണ്, എന്നാലും അവൻ മലയാളം സംസാരിക്കുന്നുണ്ടായിരുന്നു, പച്ച മലയാളം പോലെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നേരെ ഫുഡ് കഴിക്കാനായിട്ട് റഹ്മാനിയിൽ വന്നതാണ്. ഇവിടെ എപ്പോൾ വന്നാലും റഹ്മാനിയെ വിട്ടുള്ള ഒരു കളിയില്ല കേട്ടോ. അപ്പം അവിടുത്തെ ബിരിയാണി കഴിച്ചിട്ടേ ഉള്ളൂ ഇനി ബാക്കി കാര്യം. അപ്പം ഈ പ്രാവശ്യം നമ്മളൊരു ഹാഫാണ് കേട്ടോ മേടിച്ചത്. ഞാനും അമ്മയും ഹാഫാണ് മേടിച്ചത്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ ഫ്ലേവറോ അല്ലെങ്കിൽ ഒന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, ഫ്ലേവർ ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ക്വാണ്ടിറ്റി അത്യാവശ്യം കൂടുതലാണ്. ഹാഫ് മേടിച്ചാലും എനിക്ക് എന്ന് വെച്ചാൽ ഒരു പീസിൻ്റെ മതി, എന്താ വെച്ചാൽ അത്രയും ഞാൻ തിന്നത്തുള്ളൂ. അമ്മ എന്തോ ഫുള്ളാണ് മേടിച്ചതെന്ന് വെച്ചാൽ എന്നിട്ട് കഴിച്ചതും ഇല്ല ഗൈസ്. എന്ന് വെച്ചാൽ അത്രയും ക്വാണ്ടിറ്റി ആട്ടെ. ഇവിടുത്തെ സ്പെഷ്യലാണ് ഈ അച്ചാർ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിട്ട് അച്ചാറാണ്. നല്ല മധുരമുള്ളൊരു ഫ്ലേവറാട്ടോ, പുളിയും എല്ലാം കൂടെ, അതും പപ്പടം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കൂട്ടി കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു വെറൈറ്റി. എന്തായാലും നിങ്ങൾ ടൗണിൽ പക്ഷേ എറണാകുളം വരുവാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആട്ടോ അത്. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ സിറ്റി കളക്ഷൻ്റെ ഗോഡൗണിലോട്ടാണ് വന്നത്. അവിടെയാണ് നമ്മുടെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇഷ്ടം പോലെ നിങ്ങൾ മിഡാസിലല്ല മാക്മെഡിക് കണ്ടതുപോലെയല്ല ഗൈസ്. അത്രയും കളക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പല പല വെറൈറ്റി സാധനങ്ങളാട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ നടന്ന് എൻ്റെ പാർലർ റൂമിലേക്ക് ഉള്ളതെല്ലാം എടുത്തു.
എയർവാഷിന്റെ വർക്കിംഗ് കഴിഞ്ഞ് ഇത് നമ്മളെടുത്ത് മാറ്റി വെള്ളം ഒക്കെ ഇതിനകത്ത് തന്നെ സ്റ്റോർ ചെയ്യണത്. വേസ്റ്റ് വെള്ളം എന്നുള്ള ടാങ്ക് ഇതിനകത്ത് തന്നെ ഇവിടെ തന്നെയാണ്. ഇതെല്ലാം കഴിഞ്ഞ് അത് പോർട്ടബിൾ അല്ലേ? ഇതിന്റെ അകത്ത് നമുക്ക് എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഇതിൽ നിന്നാണ് സ്പ്രേ വെള്ളം വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇത് തള്ളി മാറ്റി പിന്നെ നമ്മൾ ബെഡിന്റെ ഒരു ഉപയോഗം നടക്കണം. ബെഡ് ഇതൊക്കെ ചെയ്യാൻ ഇത് പോർട്ടബിൾ ആണ്. കഴിഞ്ഞിട്ട് നമ്മൾ ഈ കുശി മാറ്റി കഴിഞ്ഞ് ഇതിനകത്ത് പെഡിക്യൂർ. പെഡിക്യൂർ ഉണ്ടല്ലേ? അപ്പോൾ നമുക്ക് സ്ഥലമില്ലെങ്കിൽ ഇതെല്ലാം ഒരുമിച്ച് ചെയ്യാം. ഇത് എത്ര റേറ്റ്? ഇത് പെഡിക്യൂർ ഇല്ലെങ്കിൽ 65, പെഡിക്യൂർ വരുമ്പോൾ 85. 85. നമുക്ക് 3 കൂടി എടുക്കുമ്പോൾ വരും. അതെ, ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ്. ക്രീം വരും. അത് വരും. ഈ ക്രീം ഇതെല്ലാം നമ്മുടെ ഹൈഡ്രോളിക് മറ്റേ ഓട്ടോമാറ്റിക് ആണ്. ഹൈഡ്രോളിക്. തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഹെയർ കട്ടിങ്ങിൻ്റെ. അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് അവരുടെ മെയിൻ ഷോപ്പിലേക്കാണ് വരുന്നത്. മറ്റേത് നമ്മൾ ഗോഡൗണിലാണ് ചെന്നത്. ഇവിടെ ഉണ്ടായിട്ട് അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളും ട്രോളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവർ കൊറിയറായിട്ട് അയച്ചേക്കും. പിന്നെ അവിടെ നമ്മൾ ചായ കുടിക്കാൻ കയറിയതാണ്. അപ്പം ഒരു ആഗ്രഹം പാവ് ബജി കഴിക്കണമെന്ന്. അപ്പം ഞാനും അമ്മയും കൂടെ ഓർഡർ ചെയ്ത് അതാണ്. ഏകദേശം ഒരു 400 രൂപയോ എങ്ങാണ്ടായിട്ടോ. ഈ ചീസി പാവ് ബജി ആണ് കേട്ടോ ഓർഡർ ചെയ്ത്. ഈ സാധനം കഴിക്കാത്തതിൻ്റെ ഒരു ആഗ്രഹത്തിൽ ഓർഡർ ചെയ്തതാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്താ പറയുക, ഇത്രയേ ഉള്ളൂ സാധനം. അതിനും ആ ഒരു ചീസി സാധനത്തിനുമാണ് കേട്ടോ. പക്ഷെ ഞാൻ ആദ്യമേ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. അതിലും നല്ലത് നമ്മൾ ബേൽപൂരിയും പാനിപൂരിയും ഒക്കെ ആയിരുന്നു കേട്ടോ. ഒരു വല്ലാത്തൊരു ടേസ്റ്റ്. ഓക്കെ ആണോയെന്ന് ചോദിച്ചാൽ കഴിച്ചുകൊണ്ട് ഇരിക്കാനായിട്ട് അതുപോലും തോന്നില്ല. എന്ന് വെച്ചാൽ എന്തോ ഒരു വല്ലാത്തൊരു ചൊവ്വ. എനിക്കിഷ്ടപ്പെട്ടില്ല ഗൈസ്. അമ്മയ്ക്കും സെയിം ഫീൽ തന്നെ ആയിരുന്നു കേട്ടോ. അമ്മയ്ക്കും അത് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഒരു വെറൈറ്റി, എന്തോ ഒരു ചൊവയില്ല അതിന്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വണ്ടിയിൽ ഓട്ടോയിൽ വന്ന് ട്രെയിൻ കയറാൻ നിന്നപ്പോഴത്തേക്കും ട്രെയിൻ ഇല്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ പോകാൻ പോവാണ്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. ബൈ.